ടുഡേ ഇഫ് യു ആർ യൂസിങ് ലിങ്ക്ഡിൻ, അത് ബിസിനസ്സസ് തമ്മിൽ കണക്ട് ചെയ്യാനും നിങ്ങളെ കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനും ലിങ്ക്ഡിൻ ശരിക്കും ഒരു അൺടാപ്ഡ് ഏരിയ ആണ്. അതില്ലാണ്ട് നമുക്ക് ഒരിക്കലും കമ്പനി മുമ്പോട്ട് പോകില്ല. അത് എവറി ഫൗണ്ടേഴ്സ് ഡ്രീമാണ്. എന്താണ് ലിങ്ക്ഡിൻ? ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ്, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പോലെ തന്നെ. പക്ഷേ കുറച്ചും കൂടി ഒരു ബിസിനസ് പേർപ്പസ് ഡ്രിവൺ ആണ്. ഒരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ലിങ്ക്ഡിൻ ജോബ് സെർച്ച് ചെയ്യാനുള്ള ഒരു ടൂളാണ് എന്നുള്ളതാണ്. പക്ഷേ ലിങ്ക്ഡിൻ അവിടെ നിന്നും ഒരുപാട് ദൂരെ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ടുഡേ ഇഫ് യു ആർ യൂസിങ് ലിങ്ക്ഡിൻ, അത് ബിസിനസ്സസ് തമ്മിൽ കണക്ട് ചെയ്യാനും നിങ്ങളെ കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനും പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനും കൂടാണ്ട് തന്നെ ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, റൈറ്റ് ടാലന്റിനെ അട്രാക്ട് ചെയ്യാം. അതില്ലാണ്ട് നമുക്ക് ഒരിക്കലും കമ്പനി മുമ്പോട്ട് പോകില്ല. അത് എവറി ഫൗണ്ടേഴ്സ് ഡ്രീമാണ്, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാന്നുള്ളത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു കാൺ ഡു എനിത്തിങ് അലോൺ. അപ്പോൾ ആ നമ്മളെ മൈൻഡ് സെറ്റ് എന്താന്നുള്ളത് നമ്മൾ ലിങ്ക്ഡിൻ നമ്മളെ പേഴ്സണൽ ബ്രാൻഡ് വഴി നമുക്ക് പുറത്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ദാറ്റ് വിൽ അട്രാക്ട് ദ റൈറ്റ് പീപ്പിൾ ടുവേർഡ്സ് യു. ഓക്കെ, ഈ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കും ബിസിനസ് ഓണേഴ്സിനൊക്കെ ലിങ്ക്ഡിൻ എങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും? ലിങ്ക്ഡിൻ ശരിക്കും ഒരു അൺടാപ്ഡ് ഏരിയ ആണ്, സ്റ്റാർട്ടപ്പ് ആൻഡ് ഫൗണ്ടേഴ്സ് എസ്പെഷ്യലി കേരളത്തിലുള്ള. സോ എങ്ങനെ നമുക്കത് യൂസ് ചെയ്യാന്നുള്ളത്, നിങ്ങളൊരു ഗോള്, നിങ്ങളൊരു സർവീസ് പ്രൊവൈഡർ ആണോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന ആളാണോ, ബേസ്ഡ് ഓൺ ദാറ്റ് ഗോൾ നിങ്ങൾക്ക് ലിങ്ക്ഡിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ ലിങ്ക്ഡിനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് അതർ ദാൻ ലൈക്ക് ഹാർഡ് സെല്ലിംഗ്, യു ക്യാൻ ഡു എവറിത്തിങ് ഓൺ ലിങ്ക്ഡിൻ. ലൈക്ക് നിങ്ങളെ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാം, അവിടെയുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്തുള്ള പെയിൻ പോയിന്റ് അഡ്രസ്സ് ചെയ്യാം. ഇൻ എ വേ നമ്മൾ എന്താന്നുള്ളതും നമുക്ക് എങ്ങനെയാണോ പൊസിഷൻ ചെയ്യേണ്ടത് എന്നുള്ളതും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് തന്നെ സംസാരിക്കണം അങ്ങനെയൊന്നും ലിങ്ക്ഡിനിൽ ഇല്ല. അത് ആക്ച്വലി ആദ്യമൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു കോണ്ടന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ എത്രത്തോളം പോളിഷ്ഡ് ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണ് നോക്കുക. പക്ഷെ ഇപ്പോൾ AI-യും ChatGPT-യും ജെമിനിയൊക്കെ വന്നതോടെ ആക്ച്വലി നമുക്കത് കുറച്ച് മടുത്തു തുടങ്ങി. ആ ഒരു പോളിഷ്ഡ് സാധനം ലിങ്ക്ഡിനിൽ നമുക്ക് നമ്മളെ ജേർണി ഡോക്യുമെന്റ് ചെയ്യാം ആസ് റോ ആസ് പോസിബിൾ. അപ്പോഴാണ് ആൾക്കാർക്ക് നമ്മളോട് ഒരു കണക്ഷൻ വരാ, ഒരു റിലേറ്റബിലിറ്റി വരാ. അത് വരുമ്പോൾ യു വിൻ. ഓക്കെ, ഒരു ഫൗണ്ടർ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ എങ്ങനെ യൂസ് ചെയ്യാം? ഒരു ഫൗണ്ടറിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഫൗണ്ടറിന് ഏറ്റവും കൂടുതൽ കണ്ടൻസ് ത്രൂ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആളുടെ വിഷൻ, മിഷൻ, എന്താണ് പേർപ്പസ്. ഇറ്റ് ഷുഡൻറ്റ് ബി അബൌട്ട് മണി. എല്ലാ ബിസിനസ്സിനും ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോൾ എന്താണെന്ന് റൈറ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് യു സിറ്റിംഗ് ആൻഡ് സെയിങ് ലൈക്ക് എവറി ഡേ, ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ആ ലെവലിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടി സംസാരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബ്രിങ് യു ടു ദ റൈറ്റ് പ്ലാറ്റ്ഫോം. ഇറ്റ് വിൽ ഓപ്പൺ ദ റൈറ്റ് ഡോർസ് ഫോർ യു. ഈ ബിസിനസ് പേജും പേഴ്സണൽ പേജും സെപ്പറേറ്റ് തന്നെ കൊണ്ടുപോകുന്നതാണോ നല്ലത്? നമ്മൾ ഒരുപാട് ഇന്റർനാഷണൽ ടോപ്പ് ബ്രാൻഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രാൻഡിനുള്ള കമ്മ്യൂണിറ്റിനേക്കാൾ എത്രയോ കൂടുതലാണ് അതിന് ഫൗണ്ടറിനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആസ് ഹ്യൂമൻ ബീങ്സ് നമുക്ക് ഹ്യൂമൻ ബീങ്സിനോടാണ് പെട്ടെന്ന് കണക്ഷൻ തോന്നുക. ഓഫ് കോഴ്സ് വി ലവ് ബ്രാൻഡ്സ്, വി ലവ് ആപ്പിൾ, വി ലവ് സാംസങ്, വി ലവ് ഓൾ ഓഫ് ദീസ് പോപ്പുലർ ബ്രാൻഡ്സ്. പക്ഷേ അതിൻ്റെ ഫൗണ്ടർ ബ്രാൻഡ് ചെയ്യുമ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ മാമാഅർത്തിൻ്റെ ഫൗണ്ടർ, അതേപോലെ 1% ക്ലബിൻ്റെ ഫൗണ്ടർ, അങ്ങനെ ഓരോരോ കമ്പനീൻ്റെയും ഫൗണ്ടേഴ്സ് നമ്മൾ അവരെ ബ്രാൻഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള ട്രസ്റ്റും അവിടെയുള്ള കൺവേർഷനും ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്. ഞാൻ വൈഭവിൻ്റെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ കണ്ടായിരുന്നു. പുള്ളി ഗ്രോത്ത് സ്കൂള് ബിൽഡ് ചെയ്ത ഒരു സ്ട്രാറ്റജി. ആ ബിസിനസ്, വെദർ ദ ബിസിനസ് ഇസ് സക്സസ്ഫുൾ ഓർ ഇറ്റ്സ് എ ഫെയിലിയർ, നിങ്ങളത് ഡോക്യുമെൻ്റ് ചെയ്യുമ്പം യു ആർ ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫോർ വാട്ട് എവർ യു ആർ പ്രൊവൈഡിങ്. പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും. ഈവൻ ഇഫ് ദ ബിസിനസ് ഫെയിൽ, യു വിൽ നോട്ട് ഫെയിൽ. You will still have that platform, that community you built. From there you can build something else. നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡിങ് ലിങ്ക്ഡിൻ ത്രൂ ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ 3 അഡ്വൈസ് എന്തൊക്കെയാണ്? പേഴ്സണൽ ബ്രാൻഡിങ് ലിങ്ക്ഡിൻ ത്രൂ ചെയ്യുന്ന ഒരാൾക്ക് ബി ഒത്തൻറ്റിക്. ലൈക്ക് നിങ്ങൾ എന്താണോ, നിങ്ങളെ തോട്ട്സ് എന്താണോ അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് നമ്മളെപ്പോഴും ഒരു ഗോൾ ഡ്രിവൺ ആയിരിക്കണം. ലിങ്ക്ഡിൻ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഫ്ലോയിൽ പെട്ടോ. സോ ദാറ്റ് വിൽ ഇൻ ടേൺ വേസ്റ്റ് അവർ ടൈം. സോ എന്താണ് പേർപ്പസ് എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. ആൻഡ് കണ്ടൻസ് ആണെങ്കിലും നിങ്ങൾ എൻഗേജ് ചെയ്യുന്ന രീതിയാണെങ്കിലും നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ബ്രാൻഡിനെ റിഫ്ലക്റ്റ് ചെയ്യണം.
because you should not talk about religion or politics or gender or anything. ഒരു ബയസ്ഡ് അല്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ബിക്കോസ് ദാറ്റ്സ് അവർ ഗോൾ. സോ പേഴ്സണൽ ബ്രാൻഡും പേഴ്സണാലിറ്റിയും രണ്ടായി കഴിഞ്ഞാൽ പീപ്പിൾ വിൽ സീ യു ഇൻ റിയൽ ആൻഡ് ലൈക്ക് ദിസ് ഡസൻറ്റ് മാച്ച് എന്നുള്ളത്. എൻ്റെ പേഴ്സണൽ ഒരു ജേർണിയിൽ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ടാലൻസിനെ കിട്ടിയത് ലിങ്ക്ഡിൻ ത്രൂ ആണ്. ഞാൻ വേറെ ഒരുപാട് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുണ്ട് ഹയറിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ ലിങ്ക്ഡിൻ നിന്നാണ് ക്വാളിറ്റി ഉള്ള ഒരുപാട് ടാലൻസിനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഈ ബിസിനസ് ഓണേഴ്സിന് എങ്ങനെ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ലിങ്ക്ഡിനിൽ ത്രൂ നമുക്ക് നല്ല ടാലൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും ഫ്രം എനി കോർണർ ഓഫ് ദ കൺട്രി ഓർ ദ വേൾഡ്. കാരണം അതിലെ ജോബ് ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം, അതിൻ്റെ ജോബ് സെർച്ച് പ്ലാറ്റ്ഫോമിൽ അത്രയും ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. എല്ലാ ഫിൽറ്റേഴ്സും കഴിഞ്ഞ് കിട്ടുന്നത് അത്രയും ക്വാളിറ്റി ഉള്ള ടാലൻസ് ആയിരിക്കും ഒബ്വിയസ്ലി. ആൻഡ് ഇഫ് ദ പേഴ്സൺ നമ്മൾ ലിങ്ക്ഡിൻ ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ പ്രൊഫൈലും ചെക്ക് ചെയ്താലും മനസ്സിലാവും അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, ഇഫ് ദേ ആർ ലൈക്ക് യുനോ ഗ്രോത്ത് ഡ്രിവൺ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടും ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ലിങ്ക്ഡിൻ പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അത് കോസ്റ്റ് ആണെന്ന് ഒരു പൊതുവായിട്ടൊരു ഇതുണ്ട്. പക്ഷെ അത് റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ലാഭമല്ലേ? എല്ലാ ബിസിനസ്സിനും ചിലപ്പോൾ ലിങ്ക്ഡിനിൽ പെയ്ഡ് മാർക്കറ്റിംഗ് സൂട്ടബിൾ ആയിരിക്കില്ല. ഇഫ് യുവർ ബിസിനസ് ഇസ് B2B, ഒബ്വിയസ്ലി ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് പെയ്ഡ് മാർക്കറ്റിംഗ് ട്രൈ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ്. പക്ഷേ കൺവേർഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. ലൈക്ക് ക്വാളിറ്റി ഓഫ് ദ ലീഡ്സ് ആർ ബെറ്റർ കമ്പയർഡ് ടു അതർ മെറ്റ ഓർ അതർ പ്ലാറ്റ്ഫോംസ് വേർ നമ്മൾ കുറച്ചും കൂടി മാസ് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടെയാകുമ്പോൾ നമുക്ക് ആ ഒരു B2B പേർപ്പസിലാകുമ്പം കുറച്ചും കൂടി നീഷ് ഡൗൺ ചെയ്തിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ബട്ട് ഐ പേഴ്സണലി ബിലീവ് ഓർഗാനിക് വേ ഈസ് ദ ലോങ് വേ. അതാകുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മറ്റേത് വൺസ് വി സ്റ്റോപ്പ് ദ അഡ്വർടൈസ്മെൻറ്റ് there is no result. Immediately ഒരു റിസൾട്ട് വരണം. ബിക്കോസ് ലൈക്ക് യു ആർ കണ്ടക്ടിങ് എ ബിസിനസ് ഇവൻറ്റ് ഫോർ എക്സാമ്പിൾ, യു നീഡ് ഇമ്മീഡിയറ്റ് രജിസ്ട്രേഷൻ. പെയ്ഡ് മാർക്കറ്റിംഗ് ഈസ് യുവർ വേ ടു ഗോ. അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ബിസിനസ് മീറ്റ് യു വോണ്ട് ഇൻവെസ്റ്റേഴ്സ് ടു സീ, അങ്ങനെയൊക്കെ ആണെങ്കിൽ പെയ്ഡ് മാർക്കറ്റിംഗ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ലൈക്ക് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ലൈക്ക് ലോങ് ടേം പ്രൊഫൈൽ ബിൽഡ് ചെയ്യാനാണെങ്കിൽ ഓർഗാനിക് കോണ്ടന്റ് ക്രിയേഷൻ ഈസ് യുവർ വേ ടു ഗോ, ഇസ് വാട്ട് ഐ ബിലീവ്. ഓക്കെ, ഈ ഫൗണ്ടേഴ്സിന് ഈ പ്രീമിയം പ്രൊഫൈൽ എടുക്കണം അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലല്ലോ? നിർബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ പ്രീമിയം ഫീച്ചറിൽ ലിങ്ക്ഡിൻ ഒരുപാട് സെർച്ച് ഫിൽറ്റേഴ്സുകളും ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ കുറച്ചും കൂടി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പ്രീമിയം ഫീച്ചർ നല്ലതായിരിക്കും. ആൻഡ് ഓൾസോ ഇപ്പം നമുക്ക് ഒരു പുറത്തുള്ള ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോഴും നമുക്ക് ഇൻമെയിൽ ക്രെഡിറ്റ്സ് ഉണ്ടാവും പ്രീമിയം ആകുമ്പം. അതർവൈസ് ഇറ്റ് വോണ്ട് ബി ദെയർ. ആ ഒരു ചാലഞ്ച് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ലിങ്ക്ഡിൻ തന്നെയാണ്. ഡെഫിനറ്റ്ലി നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും നിങ്ങളെ ബിസിനസ്സിൻ്റെ വിഷൻ ഇഫ് ഇറ്റ് ഇസ് ഗ്ലോബൽ, ലിങ്ക്ഡിൻ ഈസ് യുവർ വേ ടു ഗോ. ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ടെങ്കിലും ലിങ്ക്ഡിൻ ഈസ് ദ ബെസ്റ്റ്. ജോബ് സെർച്ച് ചെയ്യുന്നവർക്ക് ലിങ്ക്ഡിൻ ഒരുപാട് ഹെൽപ്ഫുൾ അല്ലേ? അതെ, നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് നമുക്ക് ഇപ്പം ഒരു ഗ്രാജുവേറ്റ് ലിങ്ക്ഡിൻ ഇപ്പം മുതലേ യൂസ് ചെയ്ത് തുടങ്ങിയാൽ ബൈ ദ ടൈം ദേ ഹാവ് സം എക്സ്പീരിയൻസ് ഇൻ ദെയർ റീജിയൻ, അവർ പുറത്തുള്ള ഹയറിംഗ് മാനേജേഴ്സായിട്ടും ദെയർ ഡ്രീം കമ്പനീസിലെ എംപ്ലോയീസൊക്കെ ആയിട്ട് ഇപ്പോഴേ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താൽ ദേ ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് ഫോർ റെഫറൻസസ് ഇൻ ഫ്യൂച്ചർ. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഹേ ക്യാൻ ഐ വർക്ക് അറ്റ് യുവർ കമ്പനി, ക്യാൻ യു റെഫർ മീ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നോ. വി ഹാവ് ടു ലെറ്റ് ദം നോ ഹൂ വി ആർ. നമുക്ക് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം, നമ്മളെ ജേർണി കാണിക്കണം. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ ലോങ് ടേം ഗെയിം ഐ വുഡ് സേ ലിങ്ക്ഡിൻ. ആൻഡ് ദോസ് ഹു പ്ലേ ഇറ്റ് വെൽ ആർ ലെവറേജിങ് ഇറ്റ് ലൈക്ക് ബിഗ് ടൈം. കൺസിസ്റ്റൻസി ലിങ്ക്ഡിനിൽ ഇമ്പോർട്ടൻ്റ് ആണോ? അതെ, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരോട് മറന്നോ. യു ഹാവ് ടു ഷോ അപ്പ്. ലൈക്ക് ഒരു ദിവസം വന്നിട്ട് ത്രിൽ ടു അനൗൺസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞ് പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ആ മൈൻഡിൽ ഉണ്ടാവില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ടോപ്പ് ഓഫ് ദ മൈൻഡ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു ഷൂ ബ്രാൻഡ് ചോദിച്ചാൽ ഇപ്പം അടുത്ത് കണ്ട ഒരു ഷൂ ബ്രാൻഡ് നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു ടെക് ഫൗണ്ടർ ചോദിച്ചാൽ ലാസ്റ്റ് കണ്ട പോഡ്കാസ്റ്റിലുള്ള ഫൗണ്ടർ പേരേ നമ്മളെ മൈൻഡിൽ വരുള്ളൂ. സോ ഇഫ് യു വാണ്ട് ടു ബി റിമെമ്പേർഡ് യു ഹാവ് ടു ഷോ അപ്പ് കൺസിസ്റ്റൻ്റ്ലി. എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം? അങ്ങനെ ഒരു ഡെയിലി അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. യു ഹാവ് ടു ഫൈൻഡ് യുവർ ഓൺ ദിസ് വൺ, ലൈക്ക് എത്ര ടൈംസ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫോർ സേക്ക് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാണ്ട് യു വിൽ ഹാവ് സ്റ്റോറീസ്. നമ്മളത് ശരിക്കും കോൺഷ്യസ്ലി ആലോചിച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി സംതിങ് ഹാപ്പനിങ് ഫോർ യു. ഇവിടെ തന്നെ നിങ്ങൾക്ക് 3 കമ്പനിയിൽ ദർ വിൽ ബി സംതിങ് ദാറ്റ്സ് ഹാപ്പനിങ് ദാറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്മോൾ കാര്യമായിരിക്കും. ബട്ട് ഫോർ ആൻ ഔട്ട്സൈഡർ അതിലെന്തെങ്കിലും പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടാവും. സോ ഗിവ് ഔട്ട് വാല്യൂ 100%. ഒരു 99 കൊടുത്ത് 1% പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. 100% യു
give free value. That's how you build your authority. ഓക്കെ.